മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ചർച്ച് ബീച്ച് കുണ്ടുകുളക്കെ കണ്ണുതീർത്ത തീരദേശ റോഡിന്റെ തകർച്ച പാരമ്യതയിൽ. കാലങ്ങളായി റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ടും ഇവിടത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത അധികൃതർക്കെതിരെ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധം പുകയുന്നുണ്ട്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മഞ്ചേശ്വരം ചർച്ച് ബീച്ചിൽ നിന്ന് കുണ്ടുകുളക്കെ ബീച്ചിലേക്കും കണ്ണുതീർത്ത ബീച്ചിലേക്കും എത്തിച്ചേരുന്ന പ്രധാന തീരദേശ റോഡാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ തകർച്ച ഏകദേശം 20 വർഷം മുമ്പേ ആരംഭിച്ചതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 20 കൊല്ലത്തോളം ഈ റോഡിന്റെ ഒരവസ്ഥ ഇങ്ങനെ ആയിട്ട്. അപ്പോൾ ഇതുവരെ ഒന്നും ഇതിനെ ശരിയാക്കാനുള്ള ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതെന്താ വെച്ചാൽ കൂടുതലും മത്സ്യത്തൊഴിലാളികൾ പോകുന്ന റോഡാണിത്. പണിക്ക് പോകാൻ രാവിലെ 3 മണിക്ക് 5 മണിക്കെല്ലാം എണിച്ചിട്ട് വണ്ടിയിൽ വരുന്നത്. അപ്പോൾ ഈ മഴ സമയത്ത് ഇതിൽ വണ്ടി ഓട്ടാൻ പറ്റുന്നില്ല. ഫുള്ള് വെള്ളം, പുഴ പോലെ ഉണ്ട് ഇത്, ആടുന്ന ആട് വരെ ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ സർക്കാർ ഇതിനെ നന്നാക്കാനുള്ള ഒരു സംവിധാനം ചെയ്ത് ഈ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. 26 വർഷം മുമ്പാണ് അവസാനമായി ഈ റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടത്തിയതെന്നും ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. ഇതിനുശേഷം കാര്യമായൊരു അറ്റകുറ്റപ്പണികൾക്ക് മെനക്കെടാതെ പാടെ അവഗണിച്ചതാണ് റോഡിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. നിലവിൽ 1 കിലോമീറ്ററോളം ഭാഗം മൊത്തമായും കുണ്ടും കുഴിയും നിറഞ്ഞ് തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു. വല്ലപ്പോഴും എത്തുന്ന വാഹനങ്ങൾ വലിയ കുഴികൾ താണ്ടി അതീവ സാഹസികമായിട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. റോഡിന്റെ ദയനീയാവസ്ഥ കാരണം ഓട്ടോറിക്ഷകൾ ഈ ഭാഗത്തേക്കുള്ള സർവീസ് നിർത്തിയിട്ട് കാലങ്ങളായി. മാത്രമല്ല കാൽനട പോലും ഇപ്പോൾ ദുരിതമായിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റാൻഡിലുണ്ടല്ലോ റിക്ഷ, ഈ ഓട്ടോറിക്ഷക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് തെറ്റല്ല, അവരുടെ വണ്ടി കേടായി പോവും. ഇത് ഇവിടം വരെ മാത്രമേ വരൂ, അതിന്റെ പിന്നെ ഇങ്ങോട്ട് ആരും വരില്ല. ഇവിടെ ഇവിടത്തേക്ക് വാടക വരുമ്പോൾ വരുന്നില്ല എന്നേ പറയും. ഈ താറിന്റെ പ്രശ്നത്തിലല്ലേ അത് വരാത്ത. അതാണ് സംഭവം ഇവിടെ നടക്കുന്നത്. ഇത് ആടെ ഒരു കോൺക്രീറ്റ് റോഡായി, അത് കണ്ടില്ല നിങ്ങൾ? അതവിടെ ഒരു കോൺക്രീറ്റിന്റെ റോഡ് കണ്ട, അത് മിഞ്ഞാന്ന് പാസ്സാക്കിയതാ ഗവൺമെന്റ്. അവിടെ ആകെ അത്ര 4-5 പോരേ ഉള്ളൂ. ആ 5 പോരക്കാണ് കോൺക്രീറ്റ് റോഡ് പാസ്സാക്കിയത്. മഴ ശക്തമായതോടെ റോഡിലെ കുഴികളിൽ വെള്ളവും ചെളിയും കെട്ടിക്കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ചെളിവെള്ളം കാൽനടക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും ഇപ്പോൾ ഇവിടുത്തെ സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട്. രോഗികളെയും വയോജനങ്ങളെയും അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ എത്തിക്കേണ്ടി വരുമ്പോഴാണ് തങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഓരോ തിരഞ്ഞെടുപ്പ് സമയത്തും റോഡ് നവീകരിക്കുമെന്ന വാഗ്ദാനങ്ങളുമായി എത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും തന്നെ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നതാണ് ഇവരുടെ അനുഭവ സാക്ഷ്യം. മാത്രമല്ല റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെയും ജനപ്രതിനിധികളെയും സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ എത്ര കുഴികളുണ്ട്, എത്ര ഇതുണ്ട്. ഇത് ഏകദേശം ഞാനിപ്പോൾ ഈ റോഡിൽ സഞ്ചരിച്ചിരിക്കുന്നത് ഒരു 10 വർഷം എനിക്ക് അനുഭവം ഉള്ളതാണ്. ഈ 10 വർഷമായി ഇതേപോലെ ഉണ്ട് റോഡ്. ഒരു വികസനം ഇല്ല ഈ റോഡിൽ. ഈ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇവിടുന്ന് പിടിച്ചിട്ട് ആ തെരേ വരെ ഇതേ അവസ്ഥയാണ് ഈ റോഡിന്റെ അവസ്ഥ. ഇത് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഈ റോഡിനെ പറ്റിയിട്ട്. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല, ഒന്നുമില്ല. അപ്പൊ ഇത് ഇപ്പൊ ഒരുപാട് ടൂറിസ്റ്റ് പോലത്തെ പ്ലേസ് ആണ് ഇത്. ഒരുപാട് വണ്ടികളും വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഈ റോഡിന്റെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതും കുറച്ചാണ്. ഈ മഴക്കാലം അവസാനിക്കുമ്പോഴെങ്കിലും റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിക്കണമെന്നാണ് ഇപ്പോൾ ഈ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇനിയും അധികാരികൾ അക്കാര്യത്തിൽ അമാന്തം കാണിക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും ഈ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങൾ പറയുന്നത് ഏതൊരു ജനപ്രതിനിധിയെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ഈ വാർത്തയ്ക്ക് വേണ്ടി കാണാനോ അല്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഈ റൂട്ടിലായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി നേതാവോ ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികളോ ആരായാലും വന്ന് സന്ദർശിച്ച് നോക്കണമെന്നാണ് വിനയത്തോടു കൂടി ഒരു അഭ്യർത്ഥന. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ 100 കണക്കിന് പേര് ഈ റോട്ടിൽ അനുഭവിക്കുന്ന ഈ ദുരിതം ഇനിയെങ്കിലും പുറം ലോകം അറിയിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ന്യൂസ് ബ്യൂറോ.